അനിൽ, പെരുമാറ്റ ദൂഷ്യത്തിന് പോലീസിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്ന് സർക്കാർ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് തന്നെ തല്ലിയതെന്നാണ് ഷാഫി പറമ്പിൽ എം പി പറയുന്നത്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ശ്രീത്ത്, എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു സംഭവം പറഞ്ഞു തുടങ്ങാം. അതായത് ആഭ്യന്തരമന്ത്രി സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ, അതായത് കള്ളക്കേസ് എടുത്ത് ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന ഞാൻ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ പേരിൽ നേരിട്ട് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സസ്പെൻഡ് ചെയ്യൂ എന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു, പോലീസ് വകുപ്പിന് നിർദ്ദേശം കൊടുത്ത ഒരു കേസിൽ പോലും ഇന്നേ വരെ സസ്പെൻഷൻ ഉണ്ടായിട്ടില്ല, മറ്റൊരു നടപടിയും ഉണ്ടാകാതെ ആ ഉദ്യോഗസ്ഥൻ SI റാങ്കിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി DYSP ഇപ്പോഴും ജോലി ചെയ്യുന്നു. 2012 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ 13 വർഷം എത്തുമ്പോഴും അതിലിരയായ ചെറുപ്പക്കാരൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അയാൾ ഹൈക്കോടതിയിൽ പോയി കേസ് ക്വാഷ് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടിരിക്കുകയാണ്. അതായത് മലപ്പുറം തിരൂര് പോലീസ് ഈ തിരുവനന്തപുരം കണിയാപുരത്തുള്ള അൻവർ സാദത്ത് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ ആ സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റ് ചില പോലീസുകാരുടെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ അവരുമായി ചെറിയ ബിസിനസ് ബന്ധങ്ങളുണ്ടായിരുന്ന ഇയാൾക്ക് അതിൽ തെറ്റിയപ്പോൾ ആ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ അയാളെ പിടിച്ചുകൊണ്ടുപോയി ഒരു ഇയാൾ സ്ഥിരമായി സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ ഫോണിൽ വിളിച്ച് സ്വർണ്ണവും പണവും തട്ടുന്ന വിരുദ്ധൻ പിടിയിൽ എന്നൊക്കെ പറഞ്ഞാണ് മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ കൊടുത്ത് അയാളുടെ ജീവിതം, അയാളുടെ നിശ്ചയിച്ചു വരുന്ന കല്യാണം മുടങ്ങി, അയാളുടെ അയാളുടെ കുടുംബത്തുള്ളവർ വലിയ ദുരിതം നേരിട്ടു. അങ്ങനെയെല്ലാം ആകെ ജീവിതം താറുമാറായ അവസ്ഥയിൽ അയാൾ എന്നെ 2012 ഒരിക്കൽ മനോരമ ന്യൂസിൽ കാണാൻ വരുമ്പോൾ എനിക്കത് പ്രഥമ ദൃഷ്ടി തന്നെ നോക്കുമ്പോൾ ആ കേസ് എടുത്തതിൽ പ്രശ്നമുണ്ടെന്ന് തോന്നി. ഞാൻ പിന്നീട് ഏതാണ്ട് 2-3 മാസത്തോളം നമ്മൾ അതിനെ ഫോളോ ചെയ്ത് പിന്നീട് കേസ് വാർത്ത റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വന്നപ്പോൾ അതിൽ പോലീസുകാരൻ തന്നെ, ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ പോലീസുകാർ ഈ കേസെടുത്ത് SI തന്നെ എന്നോട് പറഞ്ഞിരുന്നു, അത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും, അത് നേരിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല, നമ്മൾ വേറൊരു തരത്തിൽ ഒപ്പിച്ചാണ് കേസ് എടുത്തിരിക്കുന്നത്, നേരിട്ട് കാണുകയാണെ പറയാം എന്ന് അയാൾ എന്നോടന്ന് പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് ഒരു ഫോൺ റെക്കോർഡിങ് വാർത്തയ്ക്ക് ഉപയോഗിച്ചത് അതാണ്. അപ്പോൾ അത് അത്രയും സീരിയസ് ആയിരുന്നു, ഒരു മനുഷ്യാവകാശ പ്രശ്നം എന്ന നിലയിൽ കണക്കാക്കിക്കൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്. ആ വാർത്ത കണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് എന്നോട് ബന്ധപ്പെട്ട് ഇതിൻ്റെ വിവരങ്ങൾ ചോദിക്കുന്നു. ഞാനിരിക്കെ തന്നെ അന്നത്തെ തൃശ്ശൂർ IG വിളിച്ചിട്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്യൂ, എന്തൊരു തോന്നിയാസാണ് ചെയ്യുന്നത് പറഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ രോഷാകുലനായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞത്, സാർ ഒന്നുകൂടെ പരിശോധിക്കാൻ അന്വേഷിക്കാമെന്ന് എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം വീണ്ടും പറയുന്നു, എന്ത് പരിശോധിക്കാൻ, കേസ് ഒപ്പിച്ചാണ് എടുത്തതെന്ന് അയാൾ പറയുന്നത് വളരെ വ്യക്തമായി നിങ്ങളും കേട്ടതല്ലേ എന്ന് ചോദിക്കുന്നു. സാർ അത് നോക്കാം, നമുക്ക് ചെയ്യാം സാർ എന്ന് പറഞ്ഞാൽ അത് അവിടുന്ന് പിന്നീട് അതിനെ ലഘൂകരിച്ച് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കി ഒരു പരിക്കുമില്ലാതെ ആ ഉദ്യോഗസ്ഥർ ഇപ്പോഴും സർവീസിൽ പ്രൊമോഷൻ കിട്ടി DYSPയെ തുടരുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്. അയാളുടെ കാര്യം ഇപ്പോഴും കോടതികൾ ഇറങ്ങി നടക്കുന്നു. അത് കള്ളക്കേസാണെന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ പോലീസ് അത് അവസാനിപ്പിക്കുന്നില്ല. അത് അവസാനിപ്പിച്ച് കള്ളക്കേസായിരുന്നു എന്ന് വന്നാൽ അവർക്ക് നടപടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും, അവർ ഭയക്കുന്നു. ഇതാണ് സാഹചര്യം. അപ്പോൾ അന്ന് തന്നെ പോലീസിൻ്റെ തലപ്പത്തുള്ളവരുടെ ഒരുപാട് പേര് തെറ്റിദ്ധാരണ കൊണ്ടും മറ്റും ഈ സ്റ്റേഷനിൽ ഈ ജില്ലയിലെ പോലീസുകാരുടെ നടപടിക്കൊപ്പം നിന്നുകൊണ്ട് ഇയാളെ ഉപദ്രവിക്കാൻ ഇറങ്ങിത്തിരിക്കുകയൊക്കെ ചെയ്തിരുന്നു. വർഷങ്ങളോളം ഞാനതിനെ ഫോളോ അപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത് അത് മനോരമ പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അതിനെ കുറേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ അയാൾക്ക് നഷ്ടപ്പെട്ട അഭിമാനം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. കാരണം നാട്ടുകാരുടെ മുമ്പിൽ ഒരു കള്ളക്കേസായിരുന്നു എന്ന് കൊണ്ടുവരാൻ എനിക്കന്ന് എൻ്റെ വാർത്തകളിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും കേസിൻ്റെ നിയമ നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് സാഹചര്യം. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഇത് പോലീസിനത് പുതിയ കാര്യമല്ല. പിരിച്ചുവിട്ടു എന്ന് പറയും, സസ്പെൻഡ് ചെയ്തു എന്ന് പറയും, ഇതൊന്നും നടക്കാതെ ഒരു പരിക്കുമില്ലാതെ അവരൊക്കെ സർവീസിൽ തുടരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമേ എന്തെങ്കിലും നടപടിക്ക് വിധേയരായിട്ടാവും. യാതൊരു സ്വാധീനവുമില്ലാത്ത മേലുദ്യോഗസ്ഥരെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത വെറും പാവപ്പെട്ടവരായ ചില ഉദ്യോഗസ്ഥർ അവരുടെ ചില കൈപ്പിഴകളുടെ പേരിലൊക്കെ പെട്ടുപോയി ജീവിതം ദുരിതമാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ വിരളമായി കണ്ടിട്ടുണ്ട്. അതല്ലാത്തിടത്തോളം ഒരു 90% കാര്യത്തിലും ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്. അത് ഏത് പാർട്ടി ഭരിച്ചു, ഞാൻ ഈ LDF എന്നോ CPM എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ കേസ് നടക്കുമ്പോൾ UDF ആണ് ഭരിക്കുന്നത്. പിന്നീട് വന്ന LDF സർക്കാർ ഇത്ര കാലമായിട്ടും അതിലൊരു തിരുത്തൽ നടപടിയില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്ന ആലപ്പുഴയിലെ DYSP മധുബാബു എന്ന ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ എത്രയോ തവണ വാർത്തകൾ വന്നിരിക്കുന്നു, എത്ര അഡ്വൈസ് റിപ്പോർട്ടുകൾ അയാൾക്കെതിരെ ഉണ്ടായിരിക്കുന്നു. DYFIക്കാരനായിട്ട് പക്ഷേ സംഘടനാ പ്രവർത്തകൻ തന്നെ പരാതി ഉന്നയിക്കുക, ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് പരാതി പറയുകയൊക്കെ ചെയ്തിട്ട് പോലും അയാൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്ര തവണ കയറി ഇറങ്ങി, എനിക്ക് അയാളെ പേഴ്സണലി അറിയാം, കയറി ഇറങ്ങിയിട്ട് അതിലൊരു നടപടിയുമില്ല. നടപടിയെടുക്കാൻ തക്കവണ്ണം വളരെ വ്യക്തമായ പോലീസ് റിപ്പോർട്ടുകൾ, ഉന്നത ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകളുണ്ട്. സാധാരണ ഉന്നത ഉദ്യോഗസ്ഥരൊന്നും അത്ര വ്യക്തമായി എഴുതി ഈ ഉദ്യോഗസ്ഥരെ ക്രൂശിക്കാൻ അല്ലെങ്കിൽ ശിക്ഷിക്കാൻ കൂട്ടു നിൽക്കാറില്ല. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ അത്രയും കൈവിട്ട കളികളാണ് ഇയാൾ കളിച്ചതെന്നുള്ളത് കൊണ്ടാണ് മേലുദ്യോഗസ്ഥർ അത്ര കൃത്യമായ റിപ്പോർട്ടുകൾ എടുത്തത്. എന്ത് കാര്യം? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് പോലീസിൽ പുതുമയുള്ള കാര്യമല്ല. ഈ നടപടി എടുത്തു, പുറത്താക്കി എന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം ഇവരെ തിരിച്ചെടുത്തോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് തിരിച്ചെടുത്തു? ഇതിലൊന്നും ഒരു സുതാര്യതയും സർക്കാർ വരുത്തുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുമ്പോൾ ഇതിന്റെ രേഖകളോ അതിന്റെ കണക്കോ ഇല്ല എന്നാണ് മറുപടി പറയുന്നത്. ശ്രീത, ഞാൻ വീണ്ടും ഒരു സ്വന്തം അനുഭവം തന്നെ പറയാം. 2019 നമുക്കെല്ലാം അറിയാവുന്ന നെടുങ്കണ്ടം രാജ്കുമാർ ഉരുട്ടിക്കൊല കേസ്, യഥാർത്ഥ ഉരുട്ടിയും ചതച്ചും അങ്ങനെ ഒരുപാട് മർദ്ദനമുറകൾ കൊണ്ട് അയാളെ കൊലപ്പെടുത്തിയതാണ്. യഥാർത്ഥത്തിൽ ജയിലിൽ വെച്ചാണ് അയാൾ മരിക്കുന്നത്. ആ കേസിൽ ഒരുപാട് ജുഡീഷ്യൽ അന്വേഷണം, CBI അന്വേഷണം ഏറ്റവും ഒടുവിൽ നടന്നത്.
അതിൽ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് നിയോഗിച്ച ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷൻ ഈ കുഴിമാടം വീണ്ടും തുറന്നെടുത്ത് 30 ദിവസത്തിന് ശേഷം പുറത്തെടുത്ത് പരിശോധന നടത്തിയാണ് ഈ മൃതദേഹത്തിലെ അതിഭീകരമായ പരിക്കുകളുടെ വിവരങ്ങൾ കണ്ടെത്തിയത്. ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ആ വിഷയം നോക്കി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് നടത്തിയ ആദ്യത്തെ പോസ്റ്റ്മോർട്ടത്തിൽ ഈ പരിക്കുകളൊന്നും കണ്ടെത്താതെ അഥവാ കണ്ടെത്തിയതായി നടിക്കാതെ കുഴിച്ചു മൂടിയ കേസായിരുന്നു. പക്ഷേ CBI ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഇറങ്ങി തിരിച്ച് ഇത് തുറന്ന് പരിശോധിച്ചപ്പോൾ വളരെ അതിഭീകരമായ മർദ്ദനമുറകളുടെ വിവരങ്ങൾ കാണുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ റിപ്പോർട്ടുകൾ CBI വാങ്ങിക്കൊണ്ടുപോയി അവർ നടത്തിയ അന്വേഷണത്തിൽ അന്നത്തെ SI അടക്കം പോലീസുകാർ പ്രതികളായി വന്ന് അതത്ര ഗുരുതരമായ അവസ്ഥയിലേക്ക് വന്നപ്പോൾ സർക്കാർ അന്ന് പ്രഖ്യാപിച്ചതാണ് ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന്. എവിടെ പോയി അവരിപ്പോൾ സർവീസിലുണ്ട്. കുറച്ച് നാൾ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തി. അതിൽ SI ആയിരുന്ന ആൾ ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഇന്ന് കുറച്ച് മുമ്പ് അന്വേഷിച്ച് ഉറപ്പാക്കി. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പം ഈ നമ്മുടെ ഷാഫി പറമ്പിൽ ആരോപണം ഉന്നയിച്ച ആളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അയാൾ സർവീസിലുണ്ടെന്ന് തന്നെ ആളുകൾ മനസ്സിലാക്കുന്നത് ഇന്നാണ്. ഷാഫി ഈ പേര് പറയുമ്പോഴാണ്. അപ്പോൾ അയാൾ പുറത്താക്കി എന്നാണ് മുമ്പ് വാർത്തകൾ വന്നിരുന്നത്. അയാൾ ഇന്ന് മാധ്യമങ്ങൾ പ്രതികരിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട് അന്ന് വന്ന വാർത്തകൾ തെറ്റാണ്, എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ആ വാർത്തകൾ ആരും തിരുത്തിയില്ല. സർക്കാർ വൃത്തങ്ങളോ ഉദ്യോഗസ്ഥരോ ആരും അത് തിരുത്തിയില്ല. പിരിച്ചുവിട്ടിട്ടില്ല എന്നാരും പറഞ്ഞില്ല. പിരിച്ചുവിട്ടു എന്നുള്ളത് ആരെയും എല്ലാവരും അങ്ങ് പോട്ടെ, വാർത്തകൾ ആ വഴിക്ക് പോകട്ടെ, അപ്പോൾ എല്ലാ വാർത്ത കൊടുക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകും. അങ്ങനെ തീർന്നു പോയതാണ്. ഇന്നാണ് അദ്ദേഹം ലൈം ലൈനിലേക്ക് വരുന്നത് ഷാഫി ആരോപണം ഉന്നയിക്കുമ്പോഴാണ്. എന്ന് വെച്ചാൽ ഇതിലൊന്നും സുതാര്യതയില്ല. നമ്മൾ വിവരാവകാശ നിയമം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിലൊക്കെ ഒരുപാട് പഴുതുകൾ ഇട്ടിട്ട് തന്നെയാണ് ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വിവരാവകാശ കമ്മീഷന്റെ കീഴിലാണ് വിവരാവകാശ ഓരോ ഓഫീസുകളിലും വിവരാവകാശ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യേണ്ടത്, അല്ല അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് ജോലി ചെയ്യേണ്ടതെന്ന് പറയുന്നെങ്കിൽ പോലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രത്യേകിച്ച് പോലീസിൽ തന്നെ കാലാകാലങ്ങളിൽ ഇവർക്ക് ഈ ഉദ്യോഗസ്ഥർ എങ്ങനെയെല്ലാം മറുപടികൾ അപേക്ഷകർ കൊടുക്കണം എന്നുള്ളതിൽ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നിർദ്ദേശം തെറ്റിക്കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് നേരത്തെ നടപടിയാണ്. അങ്ങനെ പോലീസ് ആസ്ഥാനത്തെ ഒരു DYSPക്ക് നടപടി അടുത്ത കാലത്തുണ്ടായത് അങ്ങനെയാണ്. പൂരം കലക്കൽ ആരോപണത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായി മറുപടി കൊടുത്തപ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു, അയാൾക്ക് നടപടി ഉണ്ടായി എന്ന് പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിനൊന്നും അക്കൗണ്ടബിലിറ്റി ഇല്ല, സുതാര്യതയില്ല എന്നുള്ള കാര്യം നമ്മൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് മാത്രം. ഈ നമ്മുടെ ഈ കസ്റ്റഡി മർദ്ദനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ കസ്റ്റഡി മരണങ്ങളൊക്കെ അതിലൊരു കൃത്യമായ അന്വേഷണം നടത്താനാണ് ഈ മരണങ്ങളെല്ലാം CBI അന്വേഷിക്കണമെന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നത്. പക്ഷേ CBI അന്വേഷണത്തിലും കൃത്യമായ ഒരു വിവരവും കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ CBI അന്വേഷണത്തിലൂടെ ഈ ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നൊരു സാഹചര്യം വന്നാൽ പിന്നെ സാധാരണക്കാർ എന്താ ചെയ്യുക? CBI അന്വേഷണത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലോക്കൽ പോലീസ് ഏറെ നാൾ അന്വേഷിച്ച് അതിലെ തെളിവുകളും കാര്യങ്ങളും എല്ലാം വേണ്ട വിധം കൈകാര്യം ചെയ്ത്, അതായത് ഏറെക്കുറെ CBIക്ക് ആർക്കും തിരിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലായ ശേഷമായിരിക്കും പലപ്പോഴും CBIക്ക് ഈ കേസ് കിട്ടുക. അപ്പോൾ പിന്നെ അതിൽ അവർക്ക് കൂടുതലും ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിൽ എക്സാമ്പിളായിട്ടുണ്ട്. എനിക്കറിയാവുന്ന 2010 മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ ഞാനും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ചില പീഡന കേസുകളുടെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ കവിയൂർ കിളിരൂർ കേസിലുമൊക്കെ CBI അന്വേഷിക്കാൻ വരുമ്പോഴേക്കും അതിൻ്റെ സാമ്പിളുകൾ സൂക്ഷിച്ചിരുന്നത് കേരള പോലീസ് അന്വേഷിച്ച് അത് നശിപ്പിച്ച് പോയി, തിരിച്ചെടുക്കാൻ കഴിയാത്തോളം പോയി. അതുകൊണ്ട് തന്നെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആ കാലത്ത് CBI കോടതിയെ അറിയിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയൊക്കെ CBIയുടെ അന്വേഷണം ഫുൾ പ്രൂഫ് ആണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അവർക്കിടയിലും അവർക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ സമീപകാലത്തുണ്ടായ ചില കസ്റ്റഡി മർദ്ദന കേസുകൾ CBI അന്വേഷണത്തിന് വന്നപ്പോൾ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിക്കൊണ്ട് താഴെത്തട്ടിലുള്ള പോലീസുകാരെ മാത്രം പ്രതികളാക്കിക്കൊണ്ട് അന്വേഷണം അവസാനിപ്പിച്ച കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം എന്ന് പറഞ്ഞത് ഞാനത് ഉദ്യോഗസ്ഥരെ CBI പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ പേര് പരാമർശിക്കുന്നില്ല എന്നുള്ളത് പ്രതിപട്ടികയിൽ ഇല്ലാത്തവരെ നമ്മൾ പരാമർശിക്കേണ്ട എന്ന് കരുതിക്കൊണ്ട്. പക്ഷേ അത് വളരെ വ്യക്തമാണ്. താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥർ മാത്രം ഒരു കസ്റ്റഡി മരണം ഉണ്ടാകണമെങ്കിൽ താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ അങ്ങനെ നടക്കില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അന്യായ തടങ്കലിൽ വെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഇന്നത്തെ കാലത്ത് പോലീസുകാർ അത് ചെയ്യുന്നതല്ല. ദിവസങ്ങളോളം കസ്റ്റഡിയിൽ വെച്ച് പലപ്പോഴും ചെയ്യുന്നുണ്ട്. അത് ജില്ലാ പോലീസ് മേധാവി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെയെങ്കിലും അറിവില്ലാതെ അങ്ങനെ ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞ നെടുങ്കണ്ടം കസ്റ്റഡി മരണ കേസിൽ അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ആളുടെ നിർദ്ദേശപ്രായങ്ങളുടെ അറിവോടെയാണ് അയാൾ അന്യായമായ കസ്റ്റഡി വെച്ചിരുന്നത്. അയാൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പലിശ കൊടുക്കാമെന്ന് പറഞ്ഞ് പണം പിരിച്ചിരുന്നു. ആ പണം എല്ലാം കണ്ടെടുക്കാമെന്നുള്ളായിരുന്നു അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി എത്ര ദിവസം വേണമെങ്കിലും കസ്റ്റഡിയിൽ വെച്ച് ഇടിച്ചോ ചതച്ചോ ഒക്കെ കാര്യങ്ങൾ ചോദിച്ചത് പിടിച്ചെടുക്കുക എന്നുള്ളായിരുന്നു അന്നത്തെ ഉദ്ദേശം. എന്ന് പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റഡി മർദ്ദന കേസിലാണെങ്കിലും ലഹരി പിടികൂടിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിലും ദിവസങ്ങളോളം ഇയാളെ കസ്റ്റഡി വെച്ച് ചോദ്യം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ജില്ലാ പോലീസ് മേധാവിമാരുടെ അറിവില്ലാതെ ഇക്കാലത്ത് ഒരു ഉദ്യോഗസ്ഥന് ചെയ്യില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ കാരണം ഈ പല കേസുകളിലും അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എൻ്റെ അനുഭവം പോലീസുകാരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ വേറൊരു കാര്യം നമ്മൾ പറയാതിരിക്കുന്ന വൃത്തിയില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാ ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ അവലംബിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. പലപ്പോഴും ഇപ്പോൾ ഫോൺ കോൾ റെക്കോർഡ്സ് എടുത്തും CCTV ക്യാമറയുടെ എടുത്തും പിന്നെ ഇൻ്റർനെറ്റ് വിവരങ്ങൾ ശേഖരിച്ചുമൊക്കെ അന്വേഷണങ്ങൾ ശാസ്ത്രീയമായി ഒരു പരിധി വരെ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും മർദ്ദന മുറകൾ പോലീസുകാർ പ്രയോഗിക്കാറുണ്ട്. അത് പാടില്ല എന്ന് തീർത്തും പറയത്തക്കവണ്ണമുള്ള ഒരു പരിഷ്കൃതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനം ഇനിയും എത്തിയിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ അതവർ കൊടും കുറ്റവാളികളായ ചില ആളുകളുടെ മേലൊക്കെ പ്രയോഗിക്കുന്നത് നമുക്കറിയാം. ചില വലിയ കവർച്ച കേസുകളിലൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ
അങ്ങനെ കവർച്ചാ കേസിൽ ഈ കവർച്ച മുതൽ കണ്ടെടുക്കാൻ വേണ്ടിയൊക്കെ അവർ എത്ര ചോദിച്ചാലും പറയാത്ത ചില കേസിൽ അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇത്രയും കാലം പോലീസ് കേസുകൾ മറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ലാതെ കയ്യിൽ കിട്ടുന്ന ഒരുത്തനെ കാണുന്ന പാടെ എടുത്തിട്ട് പെരുമാറാം എന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ആറ്റിറ്റ്യൂഡാണ് ഇവിടെ ഏറ്റവും ഇത്തരം വലിയ കസ്റ്റഡി മരണ കേസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ലെങ്കിൽ കൂട്ടത്തോടെ പോലീസുകാർ ഉപദ്രവിക്കുക, ഈ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യുക, അല്ലെ ശാസ്ത്രീയമായി മർദ്ദിക്കാൻ പോലും അറിയുന്ന ഉദ്യോഗസ്ഥർ പോലീസ് സേനയിലുണ്ട്. ഇത് പറയുമ്പോൾ നമ്മളതിന് കൂട്ടു നിൽക്കുന്നു എന്ന് ആക്ഷേപം വേണമെങ്കിൽ വരാം. പക്ഷേ അങ്ങനെയും ചിലപ്പോൾ വേണ്ടി വരുന്ന ഉദ്യോഗസ്ഥർ പലരും വളരെ പേഴ്സണലായിട്ട് പറയാറുണ്ട്. നമുക്കൊരു പരിധിവരെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. പക്ഷേ അത് ചെയ്യുന്നതിനൊരു മര്യാദയുണ്ട്, ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് വിട്ട് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം ഈ മരണത്തിൽ കലാശിക്കുന്നത്. പക്ഷേ അങ്ങനെ വന്നാലും വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും എല്ലാ പഴുതുകളും നമ്മുടെ ഈ സിസ്റ്റത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അതിൻ്റെ ഒരു ഇരയാണ്. അപ്പൊ അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കസ്റ്റഡി മർദ്ദനം ഉണ്ടാകില്ല എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? നിരന്തരം കസ്റ്റഡി മർദ്ദനം ഉണ്ടാകുന്നു. നമ്മുടെ പോലീസ് സേനയിൽ മുഖ്യമന്ത്രിക്ക് ഒരു നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥയാണ്. ഇത് പോലീസ് സേനയിൽ മാത്രമല്ല ഇതുണ്ടാകുന്നത്. കസ്റ്റഡി മർദ്ദനം എന്ന് പറയുന്നത് എല്ലാ യൂണിഫോംഡ് ഫോഴ്സുകളുടെ കാര്യത്തിലും ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ തന്നെ വീണ്ടും ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത കേസിനെ കുറിച്ച് തന്നെ പറയാം. നേരിട്ടുള്ള അനുഭവം പറയുന്നു മറ്റ് കേട്ടുകേൾവിയല്ല, മറ്റ് റിപ്പോർട്ട് ചെയ്ത വാർത്ത വായിച്ച അനുഭവമല്ല, നേരിട്ട് തന്നെ അറിയുന്നത്. അതായത് 2015 ഇടമലയാർ ആനവേട്ട കേസ് 80ഓളം പ്രതികൾ അറസ്റ്റിലാവുകയൊക്കെ ചെയ്ത, ഒരുപാട് ആനകളെ കൊന്നൊടുക്കി കൊമ്പുകൾ കടത്തി എന്നൊക്കെയുള്ള കേസാണ്. ആ കേസിൽ പിടിയിലായ പ്രതികളെ അതിക്രൂരമായിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത്. ചിലരുടെ എല്ലാം കൈകൾ പൊട്ടലുണ്ടാവുകയൊക്കെ ചെയ്ത്, അതുപോലെ വാരിയല് പൊട്ടിയ കേസുകൾ, അങ്ങനെയൊക്കെ പലതും ഉണ്ടായെങ്കിൽ അതെല്ലാം അവരെ പിന്നീട് പേടിപ്പിച്ച് മറ്റ് കേസുകൾ കൂടുതൽ കേസുകൾ പ്രതികളാക്കുമെന്നൊക്കെ പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് വായടപ്പിക്കാൻ കഴിഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷനിൽ വരും പരാതിയുമായി അവരെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിലൊരാൾ മാത്രം, അജീബ് ബ്രൈറ്റ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരംകാരൻ, ആനവേട്ടിൽ അയാളുടെ പങ്ക് അയാൾ നിഷേധിച്ചിട്ടില്ല. പക്ഷേ അയാളെ ഉപദ്രവിച്ചതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ അടക്കമുള്ള വിവരങ്ങൾ 2015-16 ഞാനാണെന്ന് അതാദ്യം പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് നിരന്തരമായിട്ട് ഞാനത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അതിൽ പ്രതികളായി വന്നിരിക്കുന്നത്. അത് കേസെടുക്കാതിരിക്കുന്ന നിർവാഹമില്ലാത്തൊരവസ്ഥയിൽ കേരള പോലീസ് അതിന് കേസെടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലിരിക്കുകയാണ് ഇപ്പോഴും. അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞു. അതിൽ ഏതാണ്ട് 10ഓളം ഉദ്യോഗസ്ഥർ പ്രതികളാണ്. അതിൽ 3 പേർ IFS ഉദ്യോഗസ്ഥരാണ്. IFS ഈ DFO റാങ്കിലുണ്ടായിരുന്ന 3 പേരാണ് അത് പ്രതികളായി. 2 പേർ അതിൽ ദമ്പതികളാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ തിരുവനന്തപുരത്തെ വഴുതക്കാട്ടെ വനംവകുപ്പ് ആസ്ഥാനത്ത് ഈ പ്രതികളെല്ലാം കേട്ടാൽ നമുക്ക് കരഞ്ഞു പോകുന്ന തരത്തിലുള്ള പീഡനമുറകൾ ഇവർക്ക് മേലെ ഏൽപ്പിച്ചത്. അതിൽ ഒരാൾ മാത്രമാണ് പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അയാളുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കൊടുത്തിട്ട് മാസങ്ങളായി. അതിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ, അതായത് സർക്കാരിൻ്റെ അനുമതി, ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിൻ്റെ അനുമതിക്കായിട്ട് അപേക്ഷിച്ചിട്ട് അത് കിട്ടാതെ വന്ന് ഹൈക്കോടതിയിൽ അജീബ് ബ്രൈറ്റ് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി വീണ്ടും 2-3 മാസം മുമ്പ് ഡയറക്ഷൻ കൊടുത്തു. നടപടികൾ എത്രയും വേഗത്തിൽ സ്വീകരിക്കാൻ പറഞ്ഞ് നടപടി കൊടുത്ത ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ സർക്കാർ അത് അനുമതി തള്ളിയിരിക്കുകയാണ്. അനുമതി കൊടുക്കുന്നില്ല, ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. പൊതുഭരണ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ഉദ്യോഗസ്ഥർ നല്ല ഉദ്ദേശത്തോടെ ചെയ്ത ഒരു പ്രവൃത്തിയാണിതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിശദീകരിച്ചൊരു ഒരു കുറിപ്പ് എഴുതിയാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. എത്ര ഭീകരമായ അവസ്ഥയാണെന്ന് നോക്കി. ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പോലെ വാരിയലുകളെല്ലാം പൊട്ടി ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് മെഡിക്കൽ റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ അയാൾ ഇപ്പോഴും ചികിത്സയിലാണ്. ഈ 10 വർഷം എത്തുമ്പോഴും ചികിത്സയിൽ, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, ഒരു ഗതിയും ഇല്ലാത്ത അവസ്ഥയിലെ ഏതാനും കൃഷിയും പശുക്കളെ വളർത്തിയും ജീവിക്കാൻ ശ്രമിച്ചിട്ട് അതിന് പോലും കഴിയാത്ത അവസ്ഥയിൽ, ശരീരമാകെ തകർന്ന അവസ്ഥയിൽ അയാൾ ജീവിക്കുകയാണ്. അയാളെ തല്ലിച്ചതച്ച് ഈ അവസ്ഥയിലാക്കി ഉദ്യോഗസ്ഥർ നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്തതെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പിണറായി വിജയൻ്റെ കീഴിലുള്ള സർക്കാർ പൊതുഭരണ വകുപ്പ് റിപ്പോർട്ട് കൊടുത്ത് അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനം അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയാണ് പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ചത്. അദ്ദേഹത്തെ തിരിച്ചറിയിച്ച് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതില്ല എന്നാണ്. അപ്പോൾ ഇതുവരെ നടത്തിയ അന്വേഷണമെല്ലാം വെറുതെയായി. ഈ ഘട്ടം വരെ അന്വേഷണം എത്താൻ തന്നെ വലിയ വെല്ലുവിളികളുണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചാണ് ഉദ്യോഗസ്ഥർ കാരണം 3 IFS ഉദ്യോഗസ്ഥർ പ്രതികളെ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. അപ്പോൾ അവരുടെ സമ്മർദ്ദം ഈ സംസ്ഥാനത്തെ IPS നിരയിലുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാം മേലുണ്ടായിരുന്നു. എന്നിട്ടും ചിലരെല്ലാം ദൃഢനിശ്ചയത്തോടെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് നിന്നതുകൊണ്ടാണ് ഈ ഘട്ടം വരെ എത്തിയത്. പക്ഷേ അവസാനം നശിപ്പിച്ചതാരാണ്? സർക്കാർ നേരിട്ടാണ് നശിപ്പിച്ചതെന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് അറിയാതെ ഇന്ന് നടക്കില്ല. അദ്ദേഹം അറിയാതെ ഈ പൊതുഭരണ വകുപ്പിൽ നിന്ന് ഇങ്ങനൊരു തീരുമാനം ഉണ്ടാവില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി പറയാൻ ഈ ഷാഫി പറമ്പിലിൻ്റെ വിളിച്ചു പറയലിൽ ഉപകരിച്ചു എന്നുള്ളതാണ് സാഹചര്യം.